ഹായ്, ഞാൻ റൈഷാദ് പൂക്കാട്ടിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് പിന്നെ സ്റ്റെയറിംഗ് ബോക്സിനാണ്. ഈ സ്റ്റെയറിംഗ് ബോക്സ് എന്താ ഇത്ര പെട്ടെന്ന് എൻക്വയറി വരാൻ കാരണം? സ്റ്റിയറിംഗ് ബോക്സ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്റ്റിയറിംഗും വേണം. സ്റ്റിയറിംഗും പിന്നെ നമ്മളെ റോഡുകൾ വളരെ മോശമാണ്. ഇപ്പോൾ റോഡുകളിൽ കുഴി കൂടുമ്പോഴും ഓഫ് റോഡ് ആകുമ്പോഴാണ് കൂടുതൽ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈൻറ്റ് വരിക. സ്റ്റിയറിംഗ് റാക്കിലാണ് കൂടുതൽ തേയ്മാനം വരിക. പിന്നെ രണ്ട് റാക്കിൻ്റെ റാക്ക് ബുഷ്, പിനിയം ബെയറിങ്, അങ്ങനെ കുറച്ച് ബെയറിങ്സുകളുണ്ട്. അതൊക്കെ ചെറുതാണ്. റഫ് യൂസിങ്ങിന് വന്ന വേഗം സ്റ്റിയറിംഗ് ബോക്സ് അടിച്ചു. ഈ സ്റ്റെയറും റാക്കുണ്ട്, അതേമാതിരി ടയറോടുണ്ട്, ഇതും അതേമാതിരി പോകുന്നുണ്ടല്ലോ. അത് ഓഫ് റോഡ് ചാടിയ പൊതുവേ പോകും. പിന്നെ റാക്കൻ്റെ പറഞ്ഞാൽ അത്യാവശ്യം സ്മൂത്ത് വർക്കിംഗ് ആവും. അപ്പോൾ അതിൻ്റെതായ വിഷയങ്ങൾ എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൽ പിന്നെ ഈ റാക്ക് ബുഷ്, റാക്ക് ഇത് സെപ്പറേറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുമോ? ശരിക്ക് കണ്ടീഷൻ കിട്ടുമോ? ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് ഓൾഡ് വണ്ടികൾക്കൊക്കെ റാക്കിൻ്റെ ഇതൊക്കെ ഒറിജിനൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വോയിസ് പെയർ ഇല്ല, ഷെയറിംഗ് റാക്ക് അസംബ്ലിയേ വരുന്നുള്ളൂ. ന്യൂ ജനറേഷൻ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും വരുന്നത് റാക്ക് അസംബ്ലിയാണ്. ബോൾ ജോയിന്റ് ടയറോഡന്റ് ഒക്കെ സെപ്പറേറ്റ് കിട്ടും. ഇതാണ് ഇപ്പോൾ നമ്മളൊരു പിന്നെ സൂപ്പർ കേരി, മാരുതിൻ്റെ സൂപ്പർ കേരി ഉണ്ട്, അതിന് വരുന്ന സ്റ്റെയറിംഗ് റാക്കാണ്. ഇതിപ്പോൾ സമയത്ത് അൾട്ടിസ്, എറ്റിയോസ്, മാരുതി വണ്ടികൾ, ഹുണ്ടായി, സണ്ണി, മൈക്ര, ഇതിൻ്റെ ഒക്കെ എല്ലാ വണ്ടിൻ്റെയും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അഥവാ റെഡിയിൽ സ്റ്റോക്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. റാക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണാണല്ലോ ഇപ്പോൾ റാക്ക് എന്ന് പറഞ്ഞ സാധനം. ഇത് എത്രയും പെട്ടെന്ന് പോകാനുള്ള കാരണം എന്താണ്? ഈ സ്റ്റിയറിംഗ് ബോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ഗ്രീസുകൾ വരും. രണ്ട് സൈഡും ഗ്രീസ് വരും. ഈ ഗ്രീസ് അതിൻ്റെ ഉള്ളിൽ കൂടി പോകും. അപ്പോൾ ഗ്രീസ് പോയി കഴിഞ്ഞാൽ പിന്നെ റഫ് ആവും. റാക്കിൽ റഫ് വരുമ്പോൾ അതിൽ ചളി, വെള്ളം, പിന്നെ തുരുമ്പ് പിടിച്ചിട്ടാണ് ഈ വിഷയം വരുന്നത്. പിന്നെ പെട്ടെന്ന് റാക്ക് പോകും. പിന്നെ റാക്ക് റീപ്ലേസ് അല്ല, രക്ഷയല്ല. അപ്പോൾ അതിൻ്റെ അസംബ്ലി റാക്കുകൾ കിട്ടുള്ളൂ. മറ്റേ റാക്ക് സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൂ കിട്ടുള്ളൂ. അതാണ് വിഷയം. സ്റ്റെയറിംഗ് ബോക്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും കൂടുതൽ വിവരം അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക.